ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. 2024 എന്ന കഴിഞ്ഞ വർഷത്തിലെ വിജയിച്ച സിനിമകളിലൊന്നായ ജോജു സംവിധാനം ചെയ്ത പണി എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം വരുന്നു. ഇന്ന് പണി 2വിന്റെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഈ വർഷം ഡിസംബറോടെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ്. മലയാളത്തിൽ വീണ്ടും ഒരു മുൻനിര നായക നടൻ സംവിധായകനാകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇത്തവണ ഉണ്ണി മുകുന്ദനാണ് സംവിധാനം ചെയ്യാനായിട്ടൊരുങ്ങുന്നത്. ഗൂഗിൾ മൂവീസ് നിർമ്മിക്കുന്ന കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ഫാന്റസി സിനിമ ഉണ്ണി മുകുന്ദൻ സംവിധാനം ചെയ്യുമെന്നും മിഥുൻ മാനുവൽ തോമസ് ആയിരിക്കും സിനിമയുടെ തിരക്കഥ എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത വർഷമായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക. നേരത്തെ അടുത്തയാഴ്ച മെയ് 16 തീയതി തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച ധ്യാൻ ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് നീട്ടിയിരിക്കുകയാണ്. മെയ് 23-നായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. ഇന്ത്യയിൽ നിന്നും 2026 ദിവാലിക റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന വമ്പൻ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് രാമായണ. ചിത്രത്തിന്റെ ആദ്യ ഭാഗം 2026 ദിവാലിയാണെങ്കിൽ രണ്ടാം ഭാഗം 2027 ദിവാലി റിലീസാണ്. യാഷ്, ഒപ്പം തന്നെ രൺബീർ കപൂർ, സായ് പല്ലവി തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ വമ്പൻ അനൗൺസ്മെന്റ് വീഡിയോ ആണ് ഏറിയൽ ഒരുങ്ങുന്നതെന്നും 3 മിനിറ്റിലധികം ഡ്യൂറേഷനുള്ള വീഡിയോ ആണ് വരാനായിട്ടിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. റെട്രോയ്ക്ക് ശേഷം സൂര്യ നായകനായെത്തുന്ന അടുത്ത തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഈ വർഷത്തിലെ മറ്റൊരു സിനിമയാണല്ലോ സൂര്യ 45. അർജയ് ബാലാജിയുടെ സംവിധാനത്തിൽ സൂര്യ നായകനെത്തുന്ന സിനിമയുടെ അപ്ഡേറ്റുകളെല്ലാം തന്നെയാണ് ഏറിയൽ ഒരുങ്ങുകയാണ്. ചിത്രം ഈ വർഷം ദിവാലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചിത്രത്തോടൊപ്പം തമിഴിൽ നിന്നും ബൈസൺ, ഒപ്പം തന്നെ പ്രദീപ് രംഗനാഥന്റെ ലവ് ഇൻഷുറൻസ് കമ്പനി എല്ലാം തന്നെ ക്ലാഷ് റിലീസായിട്ട് എത്തുന്നു. എന്തായാലും ദിവാലി റിലീസായിട്ട് എത്തുന്ന തമിഴ് സിനിമകൾ കേട്ട് കാത്തിരിക്കാം. പ്രേമലു എന്ന സിനിമ കഴിഞ്ഞ വർഷത്തിലെ വലിയ വിജയം നേടിയെടുത്ത മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ. പ്രേമലു രണ്ടാം ഭാഗമായ പ്രേമലു 2വിന്റെ ഷൂട്ടിംഗ് ഈ വർഷം ആദ്യത്തോടെ ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായത്. എന്നാൽ ഷൂട്ടിംഗ് നീളുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. നെസലൻ സിനിമയുടെ സ്ക്രിപ്റ്റിൽ സംതൃപ്തനല്ല എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം വന്നതോടെ സിനിമ ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള റൂമേഴ്സ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഉപേക്ഷിക്കാനുള്ള സാധ്യതയൊന്നും തന്നെ ഇല്ല എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. പ്രേമലു 2വിന്റെ അടുത്ത അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കാം. ലാലേട്ടന്റെ ഛോട്ടാ മുംബൈ അടുത്തതായിട്ട് തിയേറ്ററുകളിൽ റിലീസിന് ഒരുങ്ങുന്ന സിനിമയാണെന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണല്ലോ. ഇപ്പോഴത്തെ ഇന്ന് അതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഒരു കളർഫുൾ പോസ്റ്റർ പുറത്തിറക്കിക്കൊണ്ട് ലാലേട്ടനെ അറിയിച്ചിരിക്കുകയാണ്. മെയ് 21-ന് ലാലേട്ടന്റെ ജന്മദിനത്തിൽ ഛോട്ടാ മുംബൈ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതാണ്.